ബിജെപിയെ കുറിച്ച് മാത്രം അസഭ്യം എന്നാണല്ലോ പറഞ്ഞത്. എന്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ഒരു പാട്ടുണ്ടാവുന്നില്ല വേടന്? ഒരു വാക്ക് പറഞ്ഞ രാജ്യദ്രോഹ കുറ്റം. സുഹൃത്തുക്കളെ, ഇതൊരു ബിജെപിയുടെ ഒരു പുതിയൊരു വക്താവാണ് കേട്ടോ. വേടൻ പാട്ടുപാടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടത് നമ്മുടെ നാട്ടില് ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇവരുടെ അഭിപ്രായ പ്രകാരം പാകിസ്ഥാനെ എതിർത്തുകൊണ്ടൊരു പാട്ടുണ്ടാക്കണം. നാളെ നിങ്ങൾ ആരെങ്കിലും പാകിസ്ഥാനെ എതിർത്തുകൊണ്ട് പാകിസ്ഥാനെ നാല് തെറി പറഞ്ഞുകൊണ്ട് ഒരു പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പാട്ടുകാരനാണ്. വേടന്റെ പ്രശ്നം, വേടൻ പാകിസ്ഥാനെ എതിർത്തുകൊണ്ട് ഒരു പാട്ടും പാടുന്നില്ല. ഇതൊരു വലിയ വിഷയമാണ് സംഘികൾക്ക്. എന്തായാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറിറ്റേഷൻ ഒക്കെ തോന്നും. ആരും നീച്ചു പോരുതേ. ബിജെപിയെ കുറിച്ച് മാത്രം അസഭ്യം എന്നാണല്ലോ പറഞ്ഞത്. എന്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ഒരു പാട്ടുണ്ടാവുന്നില്ല വേടന്? ഒരു വാക്ക് പറഞ്ഞ രാജ്യദ്രോഹ കുറ്റമാണ്. എന്ത് പാകിസ്ഥാനെതിരെ പറഞ്ഞിട്ടാണോ? പാകിസ്ഥാനെതിരെ കുറിച്ചല്ല. ഈ അഖിൽമാരാറിന് പ്രശ്നം ഇതായിരുന്നു. പൽഗാമിൽ പോകുന്ന ഭീകരരെ അറസ്റ്റ് ചെയ്തില്ല, ട്രംപിന്റെ ഡീറ്റിൽ നരേന്ദ്രമോദി മുട്ടുമടക്കി. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാളൊരു പ്രതികരണം നടത്തി. അയാൾ നടത്തിയ പ്രതികരണം അങ്ങനെയാണെന്നല്ലോ പറയേണ്ടത്. ഒരു കാര്യത്തെ നമ്മൾക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റും. നോക്കൂ, ഇതെന്താ രസം. അഖിൽമാരെ ഞാൻ അഖിൽമാരെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്നല്ല കേട്ടാ. അഖിൽമാർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ, എനിക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ ഞാൻ വ്ളോഗ് ചെയ്യുക. അഖിൽമാരാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഖിൽമാരാർ ഫേസ്ബുക്കിൽ എന്ത് എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ മാരാർ വ്ളോഗ് എന്തോ അദ്ദേഹത്തിന് വ്ളോഗൊക്കെ ഉണ്ട്, സ്വന്തം ജാതി പേരിലൊക്കെ വ്ളോഗൊക്കെ ഉണ്ടാക്കി വെച്ച മഹാനാണ്. എന്തായാലും അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ അയാൾ വ്ളോഗ് ചെയ്യുക. പക്ഷെ അത് എന്ത് വേണം, അതിനൊക്കെ ഇവരുടെ കൈയും കാലും പിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാർക്ക് വല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യ മഹാരാജ്യമാണെന്ന് ഇവിടെ ആർക്കെതിരെയും എന്തഭിപ്രായവും ശക്തമായിട്ട് വിളിച്ചു പറയാനുള്ള അവകാശം നമുക്കുണ്ട്. ആ അവകാശത്തിന്റെ പേരിലാണ് മാരാര് സംസാരിക്കുന്നതും നമ്മളൊക്കെ സംസാരിക്കുന്നു. പക്ഷെ ഇവര് പറയുന്നത് മാരാര് പറയേണ്ടത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനല്ലേ. അതായത് ഇവര് പറയുന്ന രീതിയിൽ മാരാര് സംസാരിക്കണം എന്നർത്ഥം. ബെസ്റ്റ് എങ്ങനെയൊക്കെ പറയാം, മനഃപൂർവ്വമല്ലേ പറച്ചില്. അതുകൊണ്ട് എന്തും പറയാം. അതായത് നരേന്ദ്രമോദി ആയതുകൊണ്ട് ഇവിടെ എന്തും അങ്ങ് പറഞ്ഞു കളയാം എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ട്. അത് ശരിയല്ല. നരേന്ദ്രമോദി ആണെന്നുള്ളത് പറഞ്ഞത്. നരേന്ദ്രമോദിയെ എന്തും അങ്ങ് പറയാം. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആണ്, ഇന്ത്യയുടെ PM ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേടൻ നരേന്ദ്രമോദിയെ പറഞ്ഞാൽ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് പ്രൈം മിനിസ്റ്ററെ നമുക്ക് വിമർശിക്കാനുള്ള അധികാരമില്ലേ? ഇതിന്റെ ന്യായമായൊരു ചോദ്യമാണ് കേട്ടോ. പ്രൈം മിനിസ്റ്റർ ആരായാലും നമുക്ക് വിമർശിക്കാനുള്ള ഒരു അവകാശമില്ലേ, അധികാരമില്ലേ? ഇത് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് തന്നെയല്ലേ, ഇന്ത്യനല്ലേ? ഒന്ന് വ്യക്താക്കണേ. നരേന്ദ്രമോദിയെ പറഞ്ഞാൽ, BJPയെ പറഞ്ഞാൽ, RSSനെ പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യപദ്ധതിയിലുള്ള റാപ്പർ വേടന്റെ പാട്ട് പിൻവലിക്കണമെന്ന ആവശ്യവുമായി BJP ആവശ്യമുന്നയിച്ച് BJPയുടെ സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് വൈസ് ചാൻസലർ ഡോക്ടർ V രവീന്ദ്രന് കത്ത് നൽകി. നേരത്തെ BA മലയാളം 3ാം സെമസ്റ്ററാണ് ഭൂമി ഞാൻ വീഴുന്നിടം എന്ന വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത്. എന്തിനാണ് ഒരു കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അത് മൈക്കിൾ ജാക്സൺ ഒപ്പമാണ് അദ്ദേഹത്തിന്റെ പാട്ട്. ഇത് ഇപ്പൊ വേടനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. ഞാൻ വേടന്റെ ഈ പ്രസക്തിയും കാര്യങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേടനെ പ്രൊമോട്ട് ചെയ്യാൻ പലരും ഉണ്ടാവും ആ സമയം വരെ. ഒത്തിരി എന്താ വെച്ചാൽ 2026 ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ടല്ലോ, അതുവരെ മാത്രമേ വേടനെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേടനെ പ്രൊമോട്ട് ചെയ്യുന്നത് CPM-കാരാണെന്ന് അർത്ഥം. CPM-കാർ വേടനെ പ്രൊമോട്ട് ചെയ്ത് 2026 വരെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ വേടനെ എടുത്ത് വലിച്ചെറിയുമെന്നാണ് ആയ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തെ, വേടൻ CPM-ന്റെ ഒന്നും സഹായമില്ലാതെ 4 വർഷങ്ങൾക്ക് മുമ്പ് വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് പറയുന്ന ഒരു റാപ്പ് സംഗീതം ഇറക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ആളുകളൊക്കെ ആ പാട്ട് കേൾക്കുകയും ആസ്വദിക്കും. കൊള്ളാമല്ലോ ചെക്കൻ്റെ കയ്യിൽ മരുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുകയും അവൻ്റെ പിന്നാലെ കൂടുകയും ചെയ്തതാണ്. അല്ലാതെ CPM-കാർ ഒരുക്കം നേരം വെളുത്തപ്പോൾ അതാ തൃശ്ശൂർ ഒരു മൂലക്കര വേടെന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഓൻ കുറച്ച് കാശ് കൊടുത്തിട്ട് ഓനെ കൊണ്ട് വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് പറയുന്ന പാട്ട് ഇറക്കിപ്പിക്കാം, എന്നിട്ട് 2026 വരെ ഓനാണ് കൊണ്ടാവാം എന്നൊന്നും വിചാരിച്ച് വന്നതല്ല എൻ്റെ പൊന്നു സുഹൃത്തെ. തോറ്റുപോയി. ഇതാ പറയുന്നത്, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. ആരോടൊക്കെ പറയുന്നത്?
ആളുകൾ വരും. ഇവിടുത്തെ ഇടതും വലതും ആരൊക്കെ ചെയ്യാമോ അതൊക്കെ ആർക്കെതിരായിട്ട് ചെയ്യും? കേവലം 20% കടന്ന് അപ്പുറത്ത് വോട്ട് ഷെയറുമായിട്ട് നിൽക്കുന്ന BJPക്കെതിരെ ചെയ്യും. സീറോയിൽ നിന്നാണ് വളരെ വലിയ ഒരു ഇതിലേക്ക് എത്തി നിൽക്കുന്ന, മുന്നോട്ട് കുതിക്കാൻ നിൽക്കുന്ന BJPക്കെതിരെ ഇതുപോലെയുള്ള വേടന്മാരെയൊക്കെ കൊണ്ടുവരും. ഇതൊക്കെ പ്രതീക്ഷിക്കാം. ഇപ്പൊ ഈ സിൻഡിക്കേറ്റ് അംഗം ഇത് കൊടുക്കാൻ കാരണം എന്താണ്? ഇദ്ദേഹം എത്രയോ കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവര് പലതും തുറന്നു പറയുന്നുണ്ട്, തുറന്നെഴുതുന്നുണ്ട്, തുറന്നു പാടുന്നുണ്ട് പല കാര്യങ്ങളും. ആരെയും നോവിക്കാതെ ജനമനസ്സുകളൊക്കെ പരിശോധിക്കേണ്ടി വരും. സുഹൃത്തുക്കളെ, ജനമനസ്സുകളില് വേടന് സ്വീകാര്യതയുണ്ട്, അത് പരിശോധിക്കേണ്ടി വരും. രണ്ടാമത്തെ പ്രശ്നം, ഇവന്റെ ഈ പാട്ടുകള്, ഇതിനേക്കാൾ ഗംഭീരമായ പാട്ടുകളൊക്കെ ഇവിടെ ആരൊക്കെ എഴുതിയിട്ടുണ്ട്. അത്ര ആരൊക്കെയാണെന്ന് പറഞ്ഞു തരണം കേട്ടോ. എന്തായാലും അങ്ങനെ പാട്ട് എഴുതിയ ആൾക്കാരൊന്നും പാട്ടുകൾ പിള്ളേർക്ക് പഠിക്കാൻ വന്നില്ലല്ലോ. വേടന്റെ പാട്ടുകള് ആളുകൾ നോവിക്കുന്നുണ്ട്. ആരാണ് ഈ ആളുകള്? BJPക്കാർക്ക് വലിയ നോവുണ്ടാക്കണ്ടെന്നേ. അപ്പോ അങ്ങനെ നോവിക്കുന്ന പാട്ടുകളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സിലബസിൽ ചേർത്ത് പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കുന്നത്? ഇതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമല്ലേ സുഹൃത്തുക്കളെ, അല്ലേ എന്നാണ് BJPക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതിന്റെ വേറൊരു എപ്പിസോഡ്, മൊത്തം 3 എപ്പിസോഡാണ്. ഒരു എപ്പിസോഡ് നിങ്ങൾ കാണേണ്ടി വരും. ഭയങ്കര വിറ്റാണ്, ഇവരെ വർത്താനൊക്കെ ഭയങ്കര തമാശയാണ്. ഒപ്പം സബ് ചെയ്ത് ഒപ്പം കൂടണേ. ബൈ.